നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. നിങ്ങൾ കോത്താരി കമ്മീഷൻ പഠിച്ച സമയത്ത്, അതായത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ കോത്താരി കമ്മീഷൻ്റെ ആ സ്ഥലത്ത് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും 3 ലാംഗ്വേജ് ഫോർമുല, 2 ലാംഗ്വേജ് ഫോർമുല എന്നൊക്കെ. സോ ദ പോളിസി റെക്കമെൻഡ് ഡെവലപ്പിംഗ് റീജിയണൽ ലാംഗ്വേജസ് and implementing the 3 language formula in secondary education. This formula involves teaching English, the official language of state, and Hindi. The policy also encouraged the teaching of Sanskrit, which is considered an important part of India's culture. ഇപ്പോൾ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലാംഗ്വേജ് പഠിപ്പിക്കാം. ഇപ്പോൾ LKG മുതലേ 3 ലാംഗ്വേജ് പഠിപ്പിക്കണം എന്നാണോ പറയണേ? അല്ല, സെക്കൻഡറി ലെവലിൽ 3 ലാംഗ്വേജ് എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ മദർ ടങ്ക്, അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്, പിന്നെ ഹിന്ദി. ഇനിയിപ്പോൾ ഹിന്ദി തന്നെ മദർ ടങ്ക് ആയിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് മൂന്നാമതൊരു ലാംഗ്വേജ് സാൻസ്ക്രിറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ അവിടെ ആ പഠിച്ച കാര്യങ്ങൾ ഇതിൻ്റെ അടിയിൽ നീറ്റായിട്ട് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. സെക്കൻഡറി ലെവലിൽ 3 ലാംഗ്വേജ് ഫോർമുല കൊണ്ടുവരാൻ ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. എന്താ? എല്ലാവർക്കും ഒരേപോലെ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻസ്, ഹയർ എഡ്യൂക്കേഷൻ്റെ അഡ്മിഷൻസ് എല്ലാം നടത്തുക. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്ക്വേർഡ് ക്ലാസ്സസിലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എഡ്യൂക്കേഷന് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദെൻ സ്പ്രെഡ് ഓഫ് ലിറ്ററസി ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷൻ. എന്താ? The policy aimed to eliminate mass illiteracy and provide continuing education for functional literacy. എന്താണ്? ഇപ്പോൾ നമ്മുടെ ഈ സ്കീം പ്രകാരമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. നമ്മുടെയൊക്കെ പണ്ടുള്ള ഏജിലൊക്കെ എങ്ങനെയാ വെച്ചാൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മുടെ അമ്മൂമ്മമാർക്ക് വേണേൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ സിനിമാ നടൻ ഇന്ദ്രൻസ് ഈ അടുത്താണ് 10th അല്ല 7ാം ക്ലാസ് പരീക്ഷയ്ക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നത്. സോ അഡൾട്ട്സ് ആണെങ്കിലും വർക്കിംഗ് ആണെങ്കിലും എല്ലാവർക്കും ലിറ്ററസി എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് ഈ NPE 1968ൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഓക്കെ. ദെൻ ഇൻക്രീസ്ഡ് എഡ്യൂക്കേഷൻ സ്പെൻഡിങ്, അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിലവാക്കണം എന്നൊരു കൺസെപ്റ്റ് വന്നു. അതായത് എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ഇൻകം ഇത്ര പെർസെൻറ്റേജ് 6% നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സ്ട്രെങ്തനിങ് സയൻസ് ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ. എന്താണ്? സയൻസും ടെക്നോളജിയും ഇമ്പ്രൂവ് ചെയ്താലാണ് നമുക്ക് വികസനം ഉണ്ടാവുള്ളൂ അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് റിസർച്ചുകളും അതേപോലെ തന്നെ ഇതിൻ്റെ പഠനങ്ങളെല്ലാം ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പല സ്കോളർഷിപ്പുകൾ അതേപോലെ തന്നെ പല ഫണ്ടിങ് ഏജൻസികളെയൊക്കെ അവർ കൊണ്ടുവരാൻ തുടങ്ങി. ദെൻ കണ്ടിന്യൂസ് എക്സാമിനേഷൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്താണ്? സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? പണ്ടുള്ള കാലത്തൊക്കെ ഒരൊറ്റ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ കൊല്ലപ്പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെ വല്ലപ്പോഴും ഒരു പരീക്ഷ നടത്തിയിട്ട് കാര്യമില്ല. കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് വാലുവേറ്റ് ചെയ്യണം. അവരുടെ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ടേം എക്സാംസ്, പീരിയോഡിക് ടെസ്റ്റ് അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ നമുക്കറിയാം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് വരെ പഠിക്കും, 10ൽ ഒരു ബോർഡ് എക്സാം, ദെൻ +1 +2 2 ഇയർ അങ്ങനെ പോകും, ദെൻ ഡിഗ്രി 3 വർഷം അങ്ങനെ പോകും. സോ 10+2+3 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 10 എന്ന് പറയുമ്പോൾ പ്രൈമറി, അപ്പർ പ്രൈമറി, അതേപോലെ തന്നെ ഹൈസ്കൂൾ, പിന്നെ ഹയർ സെക്കൻഡറി, അതേപോലെ തന്നെ ഗ്രാജുവേഷൻ. ഈ രീതിയിൽ 10+2+3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NPE 1968 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ സബ് ഹെഡിങ് ഇട്ടുക, എന്നിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് എഴുതുക. 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിലോ 10 മാർക്കിന് സാധ്യത കുറവാണ്. എന്നാൽ അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? NPE 1968 റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇങ്ങനെ 1968 കുറേ റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക.
എഡ്യൂക്കേഷൻ, ഇക്വാലിറ്റിക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഒരു പൂവോ കായോ മരമൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ സബ് ഹെഡിങ്സ് എല്ലാം അതിൻ്റെ ഉള്ളിൽ വരച്ചിരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ ഓരോ പോയിന്റിന് എഗെയിൻ എടുത്തെഴുത് അടിയിൽ ഫുള്ള് കഥ എഴുതി വെക്കുക കേട്ടോ. ഇതിലൊക്കെ നമുക്ക് നീട്ടി വലിച്ച് എഴുതാവുന്ന പോയിന്റുകളാണല്ലോ ഇതെല്ലാം. സിമ്പിളായിട്ട് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ LPE 1968.